ബന്ധുക്കളൊന്നും വരും. മാതാവ് എൻ്റെ അച്ഛനാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് മണ്ണന്തലയിലുള്ള ഹോം സ്റ്റേ അപ്പാർട്ട്മെന്റിൽ ഒരു കൊലപാതകം നടന്നു. ഷഹീന എന്ന 33 വയസ്സുകാരി ആണ് കൊല്ലപ്പെട്ടത്. കട്ടിലിൻ്റെ വശം ചേർന്ന് ബോധരഹിതയായി കിടക്കുന്ന ഷഹീനയെയാണ് ഉമ്മയും ഉപ്പയുമൊക്കെ കാണുന്നത്. ഷഹീനയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവേ മദ്യലഹരിയിലായിരുന്ന ഷഹീനയുടെ സഹോദരൻ 45 വയസ്സുകാരൻ സംഷാദ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഒടുവിൽ പോലീസും ഹോം സ്റ്റേയിലെ സ്റ്റാഫുകളും എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച ഷഹീനയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. സംഭവ സ്ഥലത്ത് തന്നെ ഷഹീന മരിച്ചിരുന്നതായാണ് വിവരം. ഷഹീനയുടെ മരണത്തിന് ഉത്തരവാദി സഹോദരനായ സംഷാദാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തതായാണ് വിവരം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ചെമ്പഴന്തിക്കാരനായ വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോത്തൻകോടുള്ള ഷഹീനയുടെ വലിയ കുടുംബത്തിലെ മൂത്ത ഇക്കയാണ് ഈ സംഷാദ്. സംഷാദിന് 4 സഹോദരിമാരുണ്ട്. അവരിൽ 3 പേരും എബ്രോഡാണ്. നല്ല നിലയിൽ ജീവിക്കുകയാണവർ. ഏറ്റവും ഇളയവളാണ് കൊല്ലപ്പെട്ട ഷഹീന. ഷഹീന ഭർത്താവുമായി പിണങ്ങി കുടുംബ വീട്ടിലേക്ക് വന്നത് 6 മാസം മുമ്പാണ്. ഇതാരെന്നറിയോ? ഇതാണ് കോലി. പ്രമാദമായ പല കേസുകളും തെളിയിച്ച ഡോഗ് സ്ക്വാഡിലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആള്. ഈ കോലി ഞാൻ കണ്ടത് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കേസ് തെളിയിക്കാൻ വന്ന ആ ഇൻ്റലിജൻ്റ് ബ്രെയിനിനെ അടുത്ത് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ക്യാമറയുമായി അങ്ങനെ നിന്നു. ഒരു പരിചയം നടിച്ചുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് തലനീട്ടി വന്നു കോലി. കോലിന്ന് വിളിച്ചു കേട്ടോ. അപ്പോഴാണ് വന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമൊന്നും കക്ഷി എടുക്കത്തില്ല. അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ ട്രെയിനറായിട്ടുള്ള ആൾ പറഞ്ഞാൽ മാത്രമേ എന്തും പ്രവർത്തിക്കുള്ളൂ. ഓക്കെ, പിന്നെയും തിരികെ വരാം. ഈയിടെയായി സംഷാദിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറയുന്നു. അയാൾക്ക് ഒരു കണ്ണ് നഷ്ടമായി. നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. ഒരു വശത്തെ കണ്ണ് ആർട്ടിഫിഷ്യലാണ്. അതൊരു അടിപിടി കഥയാണെന്നും ചിലർ പറഞ്ഞു കേട്ടോ. മണ്ണന്തലയുള്ള ദന്താശുപത്രിയിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് സംഷാദ് ഇക്കഴിഞ്ഞ 14-ാം തീയതി മണ്ണന്തലയുള്ള ഹോം സ്റ്റേ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയത്. അവിടെ ഹോം സ്റ്റേ ഫെസിലിറ്റി കിട്ടാൻ ഭാര്യാഭർത്താക്കന്മാരാകണം. വന്നതൊരു 45-കാരനും ഒരു 33-കാരിയുമാണെന്നതിനാൽ സംശയം തോന്നിയ അപ്പാർട്ട്മെൻറ്റ് ഉടമ ആവശ്യപ്പെട്ടപ്പോൾ ആധാർ കാർഡ് അടക്കം രേഖകൾ കാണിച്ച് ബോധ്യം വരുത്തി. 14-ാം തീയതി മുതൽ 21 വരെ, അതായത് ഇന്നലെ വരെ ഇക്കയ്ക്ക് ആഹാരം വിളമ്പിയും തുണിയലക്കിയും മരുന്നെടുത്തു കൊടുത്തും ആ അനുജത്തി അവിടെ അയാളുടെ നിഴൽ പോലെ ഉണ്ടായിരുന്നു. ഇനി സംഷാദിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയതാണ്. ആ ഭാര്യയിൽ ഇയാൾക്ക് മക്കളൊന്നുമില്ലെന്നാണ് പറയുന്നത്. വീണ്ടും ഈ സംഭവത്തിലേക്ക് തിരികെ വരാം. അങ്ങനെ സംഷാദിനെ ഭാര്യ വിട്ടുപോയി. സഹായത്തിനാണ് അനുജത്തിയെ കൂടെ ഇവിടേക്ക് വിളിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ആ ദന്താശുപത്രിയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അവർ 2 പേരും മാത്രം ഇവിടെ വന്നത്. അപ്പോൾ ഒരു സംശയം തോന്നാം, എന്തുകൊണ്ട് ഉമ്മയെ കൂടെ കൂട്ടിയില്ല, ബാപ്പയെ ഒപ്പം കൂട്ടിയില്ല? അതിന് കാരണമുണ്ട്. ആ കുടുംബത്തിൽ ഈ സംഷാദ് അവർക്ക് സ്വസ്ഥത കൊടുക്കുന്ന ആളല്ല എന്നാണ് ബന്ധു പറഞ്ഞത്. ഈയിടെയായി ഉമ്മയെ സംഷാദ് ആക്രമിച്ചെന്നും അതുമായി ബന്ധപ്പെട്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നുവെന്നും ബന്ധു പറയുകയുണ്ടായി. നമുക്കതിൻ്റെ വാസ്തവം അറിയില്ല കേട്ടോ. അറിയാത്തത് അറിയില്ലെന്ന് തന്നെ പറയണം. ഇന്നലെ പുലർച്ചെ മുതൽ ഇവിടെ അല്ലറ ചില്ലറ വഴക്കും പ്രശ്നങ്ങളും നടക്കുകയാണെന്ന് ഉമ്മയെ ഈ മകൾ വിളിച്ചു പറഞ്ഞു എന്നാണ് അറിവ്. അതുമായി ബന്ധപ്പെട്ടാണ് ഉമ്മയും ബാപ്പയും
പിന്നെ ഏതോ അടുത്ത ഒരു ബന്ധുവും ഉണ്ടായിരുന്നു എന്ന സൂചനയുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവർ വന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച, ഹാളിന് അടുത്ത് തന്നെയുള്ള റൂമിലെ കട്ടിലിന് താഴെയായി ഈ ഷബീന ബോധരഹിതയായി കിടക്കുകയാണ്. അപ്പോൾ മരിച്ചുവെന്ന് ബോധ്യമൊന്നും വന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ വെപ്രാളം കാണിക്കുമ്പോൾ അവരെ തടയുകയായിരുന്നു ഈ പ്രതിയായ സംഷാദും സുഹൃത്തും. നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു റൂമിലായിരുന്നു ആ സമയം ഇവരുണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇതൊരു കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതിലൂടെ അയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൊലപാതകത്തിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ പങ്ക് എന്തെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. CCTV ദൃശ്യത്തിലാകട്ടെ അയാൾ വരുന്നതും മുകളിലെ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് സംഭ്രമത്തോടെ തന്നെ ഇതുവഴി വാ എന്ന് പ്രതി സുഹൃത്തിനെ വിളിച്ച് കയറ്റുന്നതും ആ ഫുട്ടേജിൽ കണ്ടാൽ അപ്പോൾ പ്രതി മദ്യപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് മരണം നടന്നതിന് ശേഷം ആണോ സുഹൃത്തിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും സുഹൃത്ത് വിവരം അറിഞ്ഞു വന്നതാണോ അതോ മദ്യവുമായി പാർട്ടി കൂടാൻ വന്ന് ക്രൈമിൽ അകപ്പെട്ടതാണോ എന്നും നമുക്കറിയില്ല. വന്ന സുഹൃത്തിനെക്കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത്ര നല്ല അഭിപ്രായമില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും പ്രതി സംഷാദിനെയും കൂട്ടുകാരൻ വിശാഖിനെയും ഇന്ന് 4 മണിയോടെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് മദ്യലഹരിയുടെ കെട്ടിറങ്ങിയ ദിവസമാണ്. പോലീസ് വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതിൽ സംഷാദ് പറയുന്നത് അയാളുടെ അനുജത്തിയെ കൊല്ലാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നതല്ല, പക്ഷേ ഈയിടെയായി അവൾക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായി ഒരടുപ്പമുണ്ടെന്നും അങ്ങനെ മിക്കപ്പോഴും ഫോണിൽ ചാറ്റും മിക്കപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്നതും കണ്ട് പലവട്ടം താൻ വിലക്കിയിട്ടുണ്ടെന്നും ആ ബന്ധം തനിക്കിഷ്ടമുള്ളതല്ലായിരുന്നു എന്നും സംഷാദ് പറയുന്നു. അതിനെ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ തർക്കവും വഴക്കുമാണ് ഇന്നലെ വൻ പ്രകോപനത്തിന് ആ വീട്ടിൽ, ആ ഹോം സ്റ്റേയിൽ കാരണമായത് എന്നാണ് മൊഴി. അത് എത്രമാത്രം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. എങ്കിലും അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിവ്. ഇവിടെ പിന്നെ പ്രതി ആരെന്ന് കണ്ടെത്തേണ്ടതായിട്ടുള്ള റിസ്ക് ഒന്നും തന്നെയില്ല. ആൾറെഡി പ്രതി കസ്റ്റഡിയിലാണ്. സംഭവത്തെക്കുറിച്ച് ഏകദേശ രൂപങ്ങളൊക്കെ കിട്ടിയതുമാണ്. എന്നാൽ അവിടെ നിലനിന്ന കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ. പോത്തൻകോട് അടുത്താണ് ഈ മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലം. പോത്തൻകോട് നിന്ന് മണ്ണന്തല വരെ വന്ന് ചികിത്സിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് റൂമെടുത്തത് എന്നതായിരുന്നു ഒരു സംശയം. അതിന് ഒരു ഉത്തരം പോലീസിന് കിട്ടിയോ എന്നറിയില്ല. ചിലർ പറഞ്ഞതിന് പ്രകാരം പോത്തൻകോടുള്ള ആ വീട് വലിയ സൗകര്യങ്ങളൊന്നും ഉള്ള വീടല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് ഡെയിലി വന്ന് ഇവിടേക്ക് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇതെന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ്. പിന്നെ മറ്റു ചിലർ പറഞ്ഞത് ഇയാളെ സംബന്ധിച്ച് പണത്തിന് മറ്റ് ഇൻകം സോഴ്സൊന്നുമില്ല, അതൊക്കെ ബാപ്പയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ എന്നും ബാപ്പയ്ക്ക് ഇതുപോലെ ക്യാഷ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് കിട്ടിയ മറുപടി കൊടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഫോറിനിലൊക്കെ പോയി പഠിച്ചിരുന്ന ആളാണ് സംഷാദ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. മദ്യപാനത്തിലേക്കും അല്ലറ ചില്ലറ വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്കുമൊക്കെ അയാൾ വന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമല്ല. എന്തായാലും ക്രൈം റെക്കോർഡിൽ പേര് ചേർക്കപ്പെട്ടു. പേരുക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് എടുത്ത് തിരിച്ചു വരാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കോടതിയിലേക്ക്. എല്ലാ കാര്യങ്ങളും മുറ പോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു. നേരത്തെ കണ്ട വിഷ്വൽ ഫൂട്ടേജിലൊക്കെ കമ്മീഷണർ സംഭവസ്ഥലം സന്ദർശിക്കുകയും മണ്ണന്തല പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങളും മനസ്സിലാക്കിയ ചില കണ്ടെത്തലുകളും ഷെയർ ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുമുണ്ട്. ചില സംശയങ്ങൾ അങ്ങനെയുമാണ്. മറ്റു ചിലർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഏതെങ്കിലും രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ
ആ കൊല്ലപ്പെട്ടയാൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല. മറുവശത്ത് കൊന്നയാളിൻ്റെ ഭാഗത്ത് നാം കാണുന്ന ഒരു ക്രൂരതയും കുറ്റങ്ങളും മാത്രമാണ് അവിടെ ഉണ്ടാവുക. അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുമ്പോൾ മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ ഈ രൂപത്തിലൊക്കെ വ്യക്തമാകുന്നത്. അതിനൊക്കെ എത്ര ശരിയുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. എന്തായാലും ഈ മേഖലയിൽ നിരന്തരമായി ക്രിമിനൽ സൈക്കോളജി കാണുന്ന പോലീസുകാരെ സംബന്ധിച്ച് പറയുന്ന കള്ളത്തിൽ നിന്നും ഏതാനും സത്യത്തെ വേർതിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. കമ്മീഷണറും മറ്റുന്നത പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ അപ്പാർട്ട്മെൻറ്റിലെ ഉടമയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ പറ്റുന്ന വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. ഈ ഭാഗത്ത് നിന്നാണ് പ്രതി താഴെ ബൈക്ക് നിർത്തി വന്ന സുഹൃത്തിനെ ഇങ്ങോട്ട് വിളിക്കുന്നത്, അതായത് വിശാഖിനെ. വിശാഖ് അതുവഴി നടന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു. ഇവിടെ വന്ന പോലീസുകാരൊക്കെ ഇവിടെ നിന്ന് പോകാനൊരുങ്ങുകയാണ്. ഒത്തിരി സമയം ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഈ സമൂഹത്തിൽ നിന്ന് ക്രൈം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അവരുടെ കൂടി ആവശ്യവും ലക്ഷ്യവുമാണ്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മിക്കപ്പോഴും ഓരോ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കണ്ണിയാകുന്നത് ഫോണാണ്. ഫോൺ വഴിക്കുള്ള സംഭാഷണങ്ങൾ, വീഡിയോ കോൾ, ചാറ്റ്, ഇതൊക്കെയാണ് എനിക്ക് പ്രകോപനമുണ്ടാക്കിയത് എന്ന് പ്രതി പറഞ്ഞതായിട്ടാണ് അറിവ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുമായിരിക്കും. എല്ലാ തവണയും പറയുന്ന പോലെ കുറ്റകൃത്യങ്ങൾ കുറയട്ടെ, ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കരുത്. സ്നേഹപൂർവ്വം, സാഫ്രോൺ